ധ്യാനിക്കുന്നത് അസൂയയെ പറ്റിയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ നന്മയിലോ സൗഭാഗ്യത്തിലോ സന്തോഷിക്കുന്നതിന് പകരം അതിൽ കടുത്ത മനോവേദന അനുഭവിക്കുകയും ആ നന്മ ആ മനുഷ്യനിൽ നശിച്ചു കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിഷേധാത്മകമായ മാനസികാവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. ഈ അസൂയയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കേണ്ടുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് പ്രചോദനം സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റൊരുവനിൽ ഒരു നന്മ കാണുമ്പോൾ, നല്ലൊരു കാര്യം കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും കഠിനാധ്വാനം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ചോദന നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് പ്രചോദനമുണ്ടാകുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഉദാഹരണം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. 2 പേര് ഇരുട്ടിൽ നടക്കുകയാണ്. 2 പേരുടെ കയ്യിലും തിരിയുണ്ട്, മെഴുകുതിരിയുണ്ട്. ഒരാൾ ആ മെഴുകുതിരി കത്തിച്ചു പിടിച്ചിട്ടാണ് നടക്കുന്നത്, മറ്റേ ആളുടെ കയ്യിൽ മെഴുകുതിരി കത്തിച്ചിട്ടില്ല. ഈ മെഴുകുതിരി കത്തിച്ചിട്ടില്ലാത്ത ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എൻ്റെ തിരി എന്തായാലും കത്തുന്നില്ല, ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന തിരി കത്തിച്ചു പിടിച്ച് നടക്കുന്ന ആ മനുഷ്യൻ്റെ ആ തിരിവെട്ടം ഊതിക്കെടുത്തുകയാണ് എന്ന് ചിന്തിച്ചങ്ങനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അത് അസൂയയുടെ ഭാവമാണ്. നേരെ മറിച്ച് എൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ കത്തിച്ച് പിടിച്ച തിരിയുണ്ട്, എൻ്റെ കയ്യിൽ തിരി കത്തിച്ചിട്ടില്ല, ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ തിരി കൂടി കത്തിക്കാം എന്ന് ചിന്തിച്ച് അയാളോട് ചോദിച്ചത് കത്തിക്കുന്നതാണ്. ആ പ്രചോദനം സ്വീകരിച്ച് ആ മനുഷ്യൻ പ്രകാശം നൽകുന്നത് പോലെ തന്നെ താനും പ്രകാശം നൽകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ തിരി ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ 2 പേർക്കും നടക്കാൻ സാധിക്കാത്ത അന്ധകാരത്തിലേക്ക് വീണു പോകുമെങ്കിൽ അസൂയയുടെ അവസ്ഥ അതാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ കത്തിക്കാത്ത തിരി കത്തിച്ച തിരിയിൽ നിന്ന് കത്തിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറെ കൂടെ വെളിച്ചത്തിൽ ആ അന്ധകാരം മാറ്റി നടക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ അസൂയയുടെ മനസ്സുമായിട്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തേത്, അത് അസൂയയുള്ള ആ മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് ബൈബിളിൽ സാവൂളിൻ്റെയും ദാവീദിൻ്റെയും കഥ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം അത് നമുക്ക് മനസ്സിലാകും. സാവൂളിനെല്ലാം ഉണ്ടായിരുന്നു, അവന് കുടുംബം ഉണ്ടായിരുന്നു, സമ്പത്ത്, അധികാരം, രാജ്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച് നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഇസ്രായേലിലെ സകല മനുഷ്യരും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വഴിയരികിൽ പുറത്തേക്ക് ഇറങ്ങി നിന്ന് തപ്പുഘോഷങ്ങളോടുകൂടി ദാവീദിനെ സ്വീകരിക്കുമ്പോൾ അവർ പാടുന്നുണ്ട്, സാവൂള് 1000 കൊന്നു, ദാവീദ് 10,000 എന്ന്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ സാവൂളിൽ ഉണ്ടാകുന്നതാണ് ഈ അസൂയ. അത് സാവൂളിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവരെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ, അയാളുടെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അസൂയ അയാളുടെ മനസ്സിൽ കയറിയതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നു. ദാവീദിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ചിന്തയാണ് പിന്നെ അയാളുടെ മനസ്സിൽ മുഴുവൻ. ഇതാണ് അസൂയ ബാധിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് അത് നശിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് സാവൂളിൻ്റെ ജീവിതം. സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അത് മനസ്സിനെ മാത്രമല്ല, ശരീരത്തെ പോലും കാർന്ന് തിന്നുന്ന ക്യാൻസറാണ് അസൂയ എന്ന് പറയുന്നത്. 2ാമത്തെ പ്രത്യാഘാതം, എങ്ങനെയാണ് ഈ അസൂയ ഉള്ള ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നിടങ്ങളിലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, ആ സമൂഹത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം സമൂഹങ്ങളിൽ ഒരുപാട്
വിശ്വാസമില്ലായ്മ വളരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അത് വിജയിക്കാൻ സാധിക്കാതെ ഒരു വളർച്ചയുമില്ലാത്തൊരു സമൂഹമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അസൂയാലുക്കൾ ഉള്ള സമൂഹം. നമ്മൾ ഈ ഞണ്ടിൻ്റെ കാര്യം കേട്ടിട്ടുണ്ട്. ഞണ്ടുകളെ ഒരു പാത്രത്തിലിട്ടാൽ അതിലൊരു ഞണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചാൽ മറ്റ് ഞണ്ടുകൾ അതിനെ പിടിച്ച് താഴേക്ക് വലിച്ചിടും എന്ന് നമ്മൾ പറയാറുണ്ട്. അസൂയ ഇതുപോലെയാണ്. മറ്റൊരാൾ നന്നാവുന്നത്, മറ്റൊരാൾ രക്ഷപ്പെടുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു മനോഭാവമാണ്. അവനെ പിടിച്ച് വീണ്ടും താഴേക്കിടുന്ന ഒരു മാനസിക അവസ്ഥ. അത്തരം സമൂഹങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളർച്ചയില്ലാത്ത, ഇങ്ങനെ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന, ഒഴുക്കില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറും. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ മാനസികാവസ്ഥ ഈ അസൂയയുടെ അവസ്ഥയാണ്. മറ്റുള്ളവരുടെ നന്മ നമ്മുടെ മനസ്സുകളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? അവൻ്റെ ആ നന്മ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരിലൊരു നന്മ കാണുമ്പോൾ അതുപോലെ ആകാനായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ, എളുപ്പവഴി കൂടെ പോകാൻ വേണ്ടിയിട്ടല്ല, സൂത്രപ്പണി ചെയ്തിട്ട് അതുപോലെ ആകാൻ വേണ്ടിയിട്ടല്ല, കഠിനാധ്വാനം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതുപോലെ നല്ലൊരു കാര്യം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രചോദനത്തിൻ്റെ സ്വീകരണത്തിൻ്റെ ശൈലിയാണോ എനിക്കുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനെ അസൂയുണ്ട് നമുക്ക് എന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കൃതജ്ഞത ശീലമാക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നമ്മളിലില്ലാത്തൊരു കാര്യം വേറൊരാളിലുണ്ട്, അങ്ങനെ പതുക്കെ നമ്മളിലേക്ക് അസൂയ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമുക്ക് ദൈവം തന്ന 10 നന്മകളെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇഷ്ടംപോലെ നന്മകൾ ദൈവം തന്നിട്ടുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത നന്മകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളിലെ നന്മകൾ കാണുന്നതിന് പകരം നമ്മളിൽ ഇല്ലാത്ത മറ്റൊരാളിലുള്ള നന്മ കണ്ട് അസൂയപ്പെടാനുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് അസൂയയുടെ ഒരു ലാഞ്ചന നമ്മുടെ ജീവിതത്തിൽ തോന്നിയാൽ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള 10 നല്ല കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം അഭിനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരാളിൽ നമ്മളിലില്ലാത്ത ഒരു നന്മ കാണുമ്പോൾ ആ ആളോട് സ്നേഹത്തോടു കൂടി ആ ആളെ അഭിനന്ദിക്കാനായിട്ട്, ആ കാര്യത്തെ ഓർത്ത് അഭിനന്ദിക്കാനായിട്ട്, മുഖസ്തുതി പറയുന്നതല്ല, അഭിനന്ദിക്കാനായിട്ട്, ശരിക്കും ഉള്ള കാര്യമാണ്, അഭിനന്ദിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ അസൂയയുടെ ആ ലാഞ്ചനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. മൂന്നാമത്തെ കാര്യം പ്രചോദനം സ്വീകരിക്കാനായിട്ട്, ഞാൻ സൂചിപ്പിച്ചതാണ്, പ്രചോദനം സ്വീകരിക്കാനായിട്ട് പഠിക്കുക. കെടുത്തുന്നതിന് പകരം കൊളുത്താനായിട്ട്, മറ്റൊരുവൻ്റെ കയ്യിലിരിക്കുന്ന കത്തി നിൽക്കുന്ന തിരി കെടുത്തുന്നതിലല്ല, ആ തിരിയിൽ നിന്ന് നമ്മുടെ കയ്യിൽ കത്താതെ നിൽക്കുന്ന തിരി അല്ലെങ്കിൽ കത്തിയിട്ടില്ലാത്ത ആ തിരി കത്തിക്കുന്നിടത്താണ് നമ്മൾ പ്രചോദനം സ്വീകരിക്കുന്ന. അപ്പോൾ നമുക്ക് അസൂയയെ അതിഗംഭീരമായിട്ടും മറികടക്കാൻ അത് നമ്മളെ സഹായിക്കും. നാലാമത്തൊരു കാര്യം, നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, നമ്മുടെ ഓരോരുത്തരുടെയും വിളി ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്ന ഒരേ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള, ആ വ്യക്തിക്ക് മാത്രം ഈ ലോകത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം ഒരു ദൗത്യം, യുണീക്കായിട്ടുള്ള ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും അത് ചെയ്തു തീർക്കാനായിട്ടുള്ള കഴിവുകൾ, സ്കില്ലുകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്തു തീർക്കാനായിട്ടുള്ള കഴിവുകൾ എനിക്കുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർക്കുള്ള കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ദൈവം ഒരു പദ്ധതി അവർക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, മറ്റുള്ളവരിൽ നമ്മളിൽ കാണാത്ത നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടാനായിട്ട് പോകില്ല. അത് ദൈവത്തിന് ആ വ്യക്തിയെ പറ്റിയുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നൽകപ്പെട്ടിട്ടുള്ളതാണ്, ദൈവം നൽകിയിട്ടുള്ളതാണ്. എനിക്ക് എന്നെപ്പറ്റി ദൈവം നൽകിയിട്ടുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടുന്ന എല്ലാ കഴിവുകളും എനിക്ക് നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഇത്തരം പ്രായോഗികമായ മാർഗങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അസൂയയുടെ മനോഭാവങ്ങളെ, ചിന്തകളെ മറികടക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ നോമ്പ് കാലം അസൂയയുടെ മനുഷ്യരായിട്ട് വളരാതെ മറ്റുള്ളവരുടെ നന്മ നമുക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അതിനെ കാണാനും ജീവിക്കാനും അത് ആയിത്തീരാനുമൊക്കെ പരിശ്രമിക്കുന്ന ഒരു മനോഭാവം വളർത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.